ഈ കേക്കിന്റെ കളറൊന്നും കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ചോക്ലേറ്റ് കേക്ക് ഒന്നുമല്ല, നമ്മുടെ കോഫി കേക്കാണ്. കാപ്പിപ്പൊടി കൊണ്ട് സിമ്പിൾ ആയിട്ട് ചീനച്ചട്ടിയിൽ ദാ ഇതുപോലെ നല്ല പഞ്ഞി പഞ്ഞി പോലെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന കോഫി കേക്ക്. അപ്പൊ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കോഫി പൗഡറും പൊടിച്ച 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് പാലും കൂടി ചേർത്ത് ദാ ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ച് ശരിക്കും ഒന്നിങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് തന്നെ ഓയിലും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ഒരു പിഞ്ച് മാത്രം ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്നിങ്ങ് ബീറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതാ ബൗളിലേക്ക് 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ മിൽക്ക് പൗഡറും 1/2 ടീസ്പൂൺ വീതം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട്. ദാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ആക്കി എടുത്താലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കേക്കിന്റെ മിക്സിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. കേക്ക് ടിന്നിലേക്ക് കുറച്ച് ഓയിലും ബട്ടർ പേപ്പറും വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു കുഴിയുള്ള ചീനച്ചട്ടിയിൽ സ്റ്റാൻഡും കൂടി വെച്ച് നമുക്ക് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. എനിക്കിവിടെ ഏകദേശം ഒരു 35-40 മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ. ഇതുപോലെ റെഡിയായി കഴിയുമ്പോൾ പുറത്തിറക്കി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. ഗ്യാസിന്റെ ഫ്ലെയിം ആദ്യത്തെ 10 മിനിറ്റിൽ മീഡിയത്തിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും മാത്രം വെച്ചിരുന്നാൽ മതി. എല്ലാവരും റെഡിയാക്കി നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കാം കേട്ടോ.